നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് പോരാടാൻ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ലോകം വളരെ വിചിത്രമാണ്. സുഹൃത്തുക്കളെ, ഈ സെൽഫിഷ് ലോകത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ ചവിട്ടി മെതിച്ച് മുന്നോട്ടു പോകും. അത് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാ നല്ലതും മോശവുമായ സാഹചര്യങ്ങളോട് പോരാടാൻ പഠിക്കൂ. ആരെയെങ്കിലും അമിതമായി ആശ്രയിച്ചോ വിശ്വസിച്ചോ ആണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ചതിയിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജീവിതത്തിൽ വിജയിക്കുന്നതിനായി ആഗ്രഹവും പരിശ്രമവും രണ്ടും ഒരുപോലെ വേണം. ഒറ്റയ്ക്ക് പോരാടാൻ ഉറച്ചിറങ്ങിയ ഒരു വ്യക്തിയെ ആരും സഹായിച്ചെന്ന് വരില്ല, ആരും കൂടെ നിൽക്കാനും ഉണ്ടാകില്ല. കാരണം ഇത് അങ്ങനെയുള്ള ലോകമാണ്. ഇവിടെ മുന്നോട്ടുയരുന്ന വ്യക്തിയുടെ കൂടെ നിൽക്കാൻ ആരുമുണ്ടാകില്ല. ആ വ്യക്തിയെ പിന്നോട്ട് വലിക്കുന്നവരായിരിക്കും കൂടുതലും. ഇവരുടെ വീഴ്ചകൾ കാണാനാകും എല്ലാവരും ആഗ്രഹിക്കുക. അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടാനിറങ്ങി ജീവിതത്തിൽ വിജയിച്ചു തുടങ്ങി എന്ന് കാണുമ്പോൾ ധാരാളം ആളുകൾ നിങ്ങളുടെ കൂടെ കൂടാൻ ശ്രമിക്കും. കാരണം അവർക്ക് മനസ്സിലാകും, ഈ വ്യക്തിയുടെ കൂടെ നിന്നാൽ എനിക്ക് പ്രയോജനമുണ്ടാകുമെന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതവും സമയവും നഷ്ടമാക്കാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒറ്റയ്ക്ക് പോരാടാനും ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് വിജയിക്കാനും നിങ്ങൾ പഠിക്കണം. കാരണം പോരാടാൻ തുടങ്ങുമ്പോഴാണ് വിജയവും വന്നു ചേരുന്നത്. ഏതൊരു മത്സരത്തിൽ പങ്കെടുത്താലും വിജയിക്കാൻ അല്പമെങ്കിലും സാധ്യത ഉണ്ടാകും. ധാരാളം പ്രശ്നങ്ങൾ വന്നേക്കാം, ധാരാളം ചലഞ്ചസിനെ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ ഏറ്റെടുത്ത കാര്യം പകുതി വെച്ച് ഉപേക്ഷിക്കാതെ അത് തുടർന്ന് ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ പേരുകളാണ് ലോകത്തിൽ പ്രശസ്തമാകുന്നത്. ഇതിനിടയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ ഉപദേശം എടുക്കേണ്ട അവസ്ഥ വന്നാൽ നിങ്ങൾ ആ ചോദ്യം സ്വയം ചോദിക്കുകയും അതിനുള്ള ഉത്തരം സ്വയം കണ്ടെത്തുകയും ചെയ്യണം. കാരണം മറ്റുള്ളവരിൽ നിന്നും ഉപദേശമെടുക്കാനിരുന്നാൽ അവർ തന്നെ ഉപദേശം ശരിയാണെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല. അതിലൂടെ വരുന്ന നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെയാണ് മത്സരിക്കേണ്ടത്. ആളുകളുടെ സഹായത്തേക്കാൾ കൂടുതൽ ഉപദേശമായിരിക്കും നിങ്ങൾക്ക് തരിക. ഇത്രയും നാൾ മറ്റുള്ളവരുടെ ഇടയിൽ അവരുടെ ഉപദേശങ്ങൾ കേട്ടായിരിക്കും നിങ്ങൾ ജീവിച്ചിട്ടുണ്ടാവുക. മതി, അതിനി നിർത്താം. മറ്റുള്ളവരിലെ പിന്നിലാക്കി മുന്നോട്ട് കുതിക്കുന്നതിനുള്ള സമയം വന്നു കഴിഞ്ഞു. അവരെ കൊണ്ട് കൈയടിപ്പിക്കുന്നതിനുള്ള സമയമാണിത്. ഇപ്പോൾ പ്രശ്നങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ലക്ഷ്യത്തിൽ നിന്നും അകന്നു പോകും. എന്നാൽ ലക്ഷ്യത്തിൽ ശ്രദ്ധ ചെയ്യുമ്പോൾ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം പ്രശ്നങ്ങളായി നിങ്ങൾക്ക് തോന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ ചെയ്യൂ. ഈ ഗോൾ എങ്ങനെ നേടിയെടുക്കണം, അതിലേക്ക് എത്തുന്നതിനായി ഞാൻ എന്തൊക്കെ ചെയ്യണം, അതിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. അപ്പോൾ പ്രശ്നങ്ങൾ തനിയെ പരിഹരിക്കപ്പെടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതുന്ന ഏതെങ്കിലും ജോലിയുണ്ടോ? അത് ചെയ്തു തീർക്കാൻ സഹായം തേടി മറ്റുള്ളവരുടെ പുറകെ നടക്കാറുണ്ടോ? സുഹൃത്തെ, നിങ്ങൾ ആ കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനൊന്ന് ശ്രമിച്ചോളൂ. എഫേർട്ട് എടുത്തു നോക്കൂ. സ്വന്തം കഴിവുകളിൽ ഒന്ന് വിശ്വസിച്ചു നോക്കൂ. നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. എപ്പോൾ വരെ നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളോട് സ്വയം പോരാടാൻ ആരംഭിക്കുന്നില്ല, അപ്പോൾ വരെ നിങ്ങളുടെ സഹായിക്കാനും മറ്റാരും വരില്ല. നിങ്ങളുടെ ഭാവിക്കായുള്ള പ്രവർത്തനങ്ങളിൽ 90% നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടി വരുന്നത്. ആരും അതിൽ സഹായിക്കാൻ വരില്ല, അല്ലെങ്കിൽ അവർക്ക് സഹായിക്കാനാകില്ല. നമുക്ക് അവരുടെ സഹായം ആവശ്യമുള്ള പല സമയങ്ങളിലും അവർ നമ്മളെ ഉപേക്ഷിച്ചു പോകും. ഇപ്പോൾ ഒരുപാട് വൈകിയിട്ടില്ല. ഒരു തീരുമാനം എടുത്ത് അതിൽ എഫേർട്ടിട്ട് തൻ്റെ ഭാവി നിർണ്ണയിക്കാൻ നിങ്ങൾ ഇപ്പോഴും അവസരമുണ്ട്. നിങ്ങളുടെ വയസ്സ് എത്രയുമാകട്ടെ, കുറേ വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയത് യാഥാർത്ഥ്യവുമാകട്ടെ, എന്നാൽ ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ സമയം. കഴിഞ്ഞതിനെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് ആകില്ല. എന്നാൽ ഇനി നിങ്ങളുടെ കയ്യിൽ എത്ര സമയം ബാക്കിയുണ്ടോ അതിനെ പ്രയോജനപ്പെടുത്തണം. നിങ്ങൾക്ക് സാധിക്കണം. പരിശ്രമിക്കാൻ ഒരു ശരിയായ സമയമുണ്ട്. അത് നഷ്ടപ്പെടുത്തിയതിനു ശേഷം അതിനെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടുന്നതിൽ പ്രയോജനമില്ല.
ജീവിതത്തിലെ സുപ്രധാനമായ തീരുമാനങ്ങളെല്ലാം ഒറ്റയ്ക്കെടുത്ത് ഒറ്റയ്ക്ക് നടപ്പിലാക്കാൻ നിരവധി പ്രശസ്തരായ ആളുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവരിൽ പലരും തുടക്കകാലങ്ങളിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്നിട്ടുള്ളവരാകാം. പക്ഷേ അപ്പോഴും അവർ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകില്ല, ഈ കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന്. ആ കാര്യം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ അവരുടെ മുന്നിൽ നിരവധി വാതിലുകൾ തുറക്കപ്പെടും. നിങ്ങളെ സഹായിക്കാനായി മറ്റുള്ളവർ ഓടിയെത്തും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ലീഡറായി തീരുക എന്നതാണ്. നിങ്ങളുടെ ഫോളോവേഴ്സ് പുറകെ വന്നു ചേരും. ഇപ്പോൾ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇനിയും മറ്റുള്ളവരുടെ ഇടയിൽ അവരുടെ ഉപദേശങ്ങളും പരിഹാസങ്ങളും കേട്ട് ജീവിക്കണോ, അതോ അവരെ പിന്നിലാക്കി സ്വയം മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്ത് നടപ്പിലാക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇതല്ല. അതായത് നിങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോലി ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കുക എന്നല്ല. മറിച്ച് ഏത് ജോലിയാണോ നിങ്ങൾ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത്, അത് ഇന്നു തന്നെ ചെയ്യുക. ഈ ലോകത്തെ ഓരോ വ്യക്തിയും മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തരാകണം. തങ്ങളെ എല്ലാവരും തിരിച്ചറിയണം, ബഹുമാനിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. എന്നാൽ ആഗ്രഹിക്കുന്നതിലല്ല, ചെയ്യുന്നതിലാണ് കാര്യം. അഥവാ നിങ്ങളുടെ ആഗ്രഹം നടക്കണം എന്നാണ് എങ്കിൽ നിങ്ങൾ തനിയെ നിങ്ങളുടെ പ്രശ്നങ്ങളുമായി പോരാടാൻ ആരംഭിക്കണം. മറ്റുള്ളവർ അവരുടെ ജീവിതത്തിൽ ഏത് സ്റ്റേജാണോ തളർന്ന് ലക്ഷ്യത്തിൽ നിന്നും പിന്മാറിയത്, നിങ്ങൾ ആ സ്റ്റേജ് ഒറ്റയ്ക്ക് പൊരുതി വിജയിക്കണം. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകും. ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണ് വേണ്ടത് എന്ന ചിന്ത തെറ്റാണ്. ഭാഗ്യത്തേക്കാൾ നിങ്ങൾക്ക് വേണ്ടത് പരിശ്രമമാണ്. ഏതൊരു വ്യക്തിയാണോ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നത്, ഭാഗ്യം അവർക്കൊപ്പം നിൽക്കും. കർമ്മത്തിനായിരിക്കണം നിങ്ങൾ മുൻതൂക്കം നൽകേണ്ടത്, ഭാഗ്യത്തിനല്ല. നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ, ബുദ്ധിയെ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ആ സമയം കടന്നുപോയ ശേഷം നിങ്ങളിലെ കഴിവും ബുദ്ധിയും കൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. നിങ്ങളുടെ ഓരോ നിമിഷവും ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറായിരിക്കണം. ആർക്കാണോ ഇവയോട് ഒറ്റയ്ക്ക് പൊരുതാൻ അറിയാവുന്നത്, അവരായിരിക്കും ഏറ്റവും ആദ്യം തോൽവിയും അറിയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലായിരിക്കാം. ആരാണോ എന്തിനും ഏതിനും മറ്റുള്ളവരുടെ സഹായം തേടുന്നത്, കാരണം മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകുന്ന സഹായത്തേക്കാൾ അവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആരെയെങ്കിലും നിങ്ങളോട് പറയുകയാണ്, നിങ്ങളാണ് എനിക്കെല്ലാം, നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല, ഞാനെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ, പക്ഷേ അവരെ ഒരു പരിധി വിട്ട് വിശ്വസിക്കാതിരിക്കുക. കാരണം അതൊരു കള്ളത്തരമാണ്. ഒരു വ്യക്തി ജീവിതത്തിൽ നിന്നും നഷ്ടമായെന്ന് കരുതി ആരും മരിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ ചെയ്യുന്നവർ ഭീരുക്കളായിരിക്കും. അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇന്ന ആൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ജീവിക്കരുത്. നിങ്ങളുടെ കഴിവും ആരോഗ്യവും സ്വയത്തിനു വേണ്ടി വിനിയോഗിക്കുക. ഈ പറയുന്നവർ എന്നും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലത് തന്നെ. എന്നാൽ ആരുമില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ജയിച്ചു കാണിക്കും എന്ന ദൃഢനിശ്ചയം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ മധുരമായി സംസാരിക്കുന്നവരുടെ പുറകെ നിങ്ങളുടെ സമയം മുഴുവൻ നഷ്ടമാക്കി ഭാവിയിൽ നിങ്ങളൊന്നും ആയിത്തീരുന്നില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. അതായത്, ഈ വ്യക്തിയാണ് എൻ്റെ ലൈഫ് നഷ്ടപ്പെടുത്തിയത്, കാരണം ഇത് തെറ്റാണ്. നിങ്ങളുടെ ലൈഫ് നഷ്ടമാക്കിയത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് ആ വ്യക്തിക്ക് അതിന് അവസരം നൽകിയത്. അതുകൊണ്ട് തൻ്റെ കുറവുകളും തെറ്റുകളും മറ്റുള്ളവരുടെ മേൽ ചാത്താതെ, നിങ്ങൾക്ക് ജീവിതത്തിൽ മടിയുണ്ടെങ്കിൽ അത് മറികടന്ന് ഒറ്റയ്ക്ക് ജീവിതത്തിൽ മുന്നേറാൻ ആരംഭിക്കുക. സ്വന്തം കഴിവിൽ വിശ്വാസമുറപ്പിച്ച് ഒറ്റയ്ക്ക് പൊരുതാൻ ആരംഭിക്കുക.